ഹലോ ചങ്ങായീസ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ആക്കാൻ പോകുന്നത്. ഇത് ഈസിയാണ്. അപ്പോൾ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിക്ക് ആവശ്യത്തിനായിട്ടുള്ള ചിക്കൻ ആദ്യം കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള കോൺഫ്ലോറും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കുറച്ച് സൺഫ്ലവർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്ക് അരമുറി ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മുടെ ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവോള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ കുറച്ച് മുന്തിരിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുത്ത് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ആക്കുന്ന ചിക്കൻ, അതായത് ചിക്കൻ ഗ്രേവിയാണ് നമ്മൾ ആദ്യം തന്നെ ആക്കുന്നത്. അതിനുശേഷമാണ് റൈസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ബേ ലീവ്സ്, അതുപോലെ 2 ഏലക്ക പൊട്ടിച്ചത്, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, കറുകപ്പട്ടയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ്, അല്ലെങ്കിൽ ഉള്ളി വറുത്തിട്ടുള്ള എണ്ണയോ അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എണ്ണയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്പൈസസ് ഒന്ന് ഇളക്കി കൊടുക്കും, ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറുതായിട്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത സവോള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂണോ മുളക് പൊടി, 1/2 ടീസ്പൂണോ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഉള്ളിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന രീതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്തിട്ട് എല്ലായിടത്തേക്കും ആ ചിക്കനിലേക്ക് ആ ഗ്രേവി കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് എല്ലാ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്ത ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു ബൗൾ കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് അടച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇപ്പോൾ അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഗ്യാസിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കണം നമ്മൾ വെക്കുന്നുണ്ടാവുക. അത് ചെറിയ അടുപ്പിൽ തന്നെ വെക്കുക. ഇനി നമുക്ക് റൈസിലേക്ക് പോവാം. അതവിടെ സൈഡിൽ വെക്കുക. ഇനി റൈസിലേക്ക് പോകാമെന്ന് വെച്ചാൽ ബസുമതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം അരമണിക്കൂർ ശേഷം ഡ്രെയിൻ ചെയ്ത് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഇപ്പം ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം നമുക്ക് നെയ്യ് ചേർക്കാവുന്നതാണ്. നെയ്യ് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസ് എന്ന് പറയുമ്പം 3 ഗ്രാമ്പു, അതുപോലെ തന്നെ 2 പൊട്ടിച്ച ഏലക്ക, അതുപോലെ തന്നെ ഒരു ബേ ലീഫ് കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്നൊരു 1-2 മിനിറ്റ്സ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്ത് വയ്ക്കുന്ന സവോളയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും ചെറിയ പീസസായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതും ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ.
ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ 2 കപ്പ് അരിക്കാണ് ഞാൻ എടുക്കുന്നത്. അരിക്ക് 2.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ്. പിന്നെ അതിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടി ചേർക്കുക, അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർക്കുക. കാരണം ഇതെന്ന് വെച്ചാൽ അരി വേവുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. കാരണം ഇപ്പോൾ ചേർക്കുന്ന ഉപ്പ് തന്നെയായിരിക്കും അരി വെന്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചോറിൻ്റെ ഉപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവോളയുടെ 1 ടീസ്പൂൺ അതും കൂടി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊരു ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 70-75% മാത്രം നമ്മൾ കുക്ക് ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ളത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റൈസ് മാറ്റി വെക്കുക. ഇനി നമ്മൾ ചിക്കനിലേക്ക് വരാം. ചിക്കൻ ഓൾറെഡി നമ്മുടെ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് എന്നാണെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ഗ്രേവി എന്തായാലും നമുക്ക് വേണം. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക, ആവശ്യത്തിനായിട്ടുള്ള മല്ലിയിലയും കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ദം ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ദം ചെയ്യാനായിട്ട് ഇടുക. ഒരുപാട് അങ്ങോട്ട് അമർത്തോ കാര്യങ്ങളൊന്നും ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഫുഡ് കളർ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിൽ ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മിശ്രിതം മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് മുന്തിരിങ്ങ വറുത്തെടുത്തതും അതുപോലെ തന്നെ നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ടോപ്പിലേക്കായിട്ട് 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അത് 10 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അതും ഗ്യാസിൻ്റെ ഏറ്റവും ചെറിയ അടുപ്പിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആയിരിക്കും നമുക്ക് വെക്കുന്നുണ്ടാവുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. 10 മിനിറ്റ് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യരുത്. ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്തെടുത്താൽ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തയ്യാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും വെച്ചിട്ട് ഒന്ന് സെർവ് ചെയ്താൽ മതി. കാരണം അതിൻ്റെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി തയ്യാറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.